ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു ജനത ഈലാത്ത്, അതല്ലെങ്കിൽ അഖബ എന്നൊക്കെ പേരുള്ള ഒരു കടൽ തീര ഗ്രാമത്തിൽ ജീവിച്ചു വരികയായിരുന്നു. ഇന്നത്തെ ജോർദാനും സൗദിയുടെയും ഫലസ്തീനിന്റെയൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ഇടമാണ്. ആ നാട്ടുകാരുടെ പ്രധാനമായ വരുമാന മാർഗം, ജീവിതോപാധി മീൻ പിടിക്കുക എന്നത് തന്നെയായിരുന്നു. തൗറാത്ത് അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടുന്ന ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകമായ ആരാധനകൾ കൽപ്പിക്കപ്പെട്ട ദിവസം അത് ശനിയാഴ്ച ആയിരുന്നു. നമുക്ക് വെള്ളിയാഴ്ച ഉള്ളതുപോലെ. പക്ഷെ ആ ശനിയാഴ്ച ദിവസത്തിൽ പ്രത്യേകമായ ആരാധനകളിൽ നിന്ന് മാറി മറ്റു ജീവിതോപാധികളിൽ മുഴുകുന്ന ഒരവസ്ഥ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ശനിയാഴ്ച ദിവസം നിങ്ങൾ മത്സ്യം പിടിക്കരുത്, നിങ്ങൾ ആ ജോലിക്ക് പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിക്കുകയാണ്. പക്ഷെ അവർക്ക് മീൻ പിടിക്കാൻ പാടില്ലാത്ത ശനിയാഴ്ച ദിവസത്തിൽ മത്സ്യങ്ങള് മൊത്തത്തിൽ കരയിലേക്ക് അടുത്തു വരുന്ന കാഴ്ചയാണ് ഈ ജനത കാണുന്നത്. എന്നാൽ തൊട്ടു പിറ്റേ ദിവസം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയുമില്ല. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരുന്നു അത്. ആ നാട്ടിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 തരം ആളുകൾ ഉണ്ടായി. അതിൽ ഒന്നാമത്തെ കൂട്ടം ആളുകൾ അവർ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ ചില വളഞ്ഞ മാർഗങ്ങൾ അവർ കൊണ്ടുവന്നു. മീൻ പിടിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. അവര് സമുദ്രത്തിൽ നിന്നൊരു കൈവഴി ഉണ്ടാക്കി കുറച്ചപ്പുറത്ത് ഒരു ചെറിയ ഒരു കുളം പോലെ കുത്തി അതിലേക്ക് ഈ ശനിയാഴ്ച ദിവസം മത്സ്യങ്ങളെ തെളിച്ചു കൊണ്ടുവന്നു. അതിൽ മത്സ്യങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവരാ വഴി അടക്കും. എന്നിട്ട് ഞായറാഴ്ച ദിവസം പോയിട്ട് അവരാ മത്സ്യത്തെ പിടിച്ചു കൊണ്ടുവരും. ചില ആളുകൾ ഇത്തരത്തിൽ ഉപായം പ്രവർത്തിച്ചു. ഒന്നാമത്തെ കൂട്ടം ആളുകൾ. രണ്ടാമത്തെ കൂട്ടം ആളുകൾ, നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണ്, ഇത് നിങ്ങൾക്ക് കിട്ടിയ സൂചനകളെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കലാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തീർത്തു പറഞ്ഞ രണ്ടാമത്തെ കൂട്ടം ആളുകൾ ഉണ്ടായി. മൂന്നാമത്തെ കൂട്ടം ആളുകൾ, ഞാനത് ഈ ഉപായത്തിന് പോകുന്നില്ല, ഞാൻ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ മറ്റു മാർഗങ്ങൾ തേടുന്നില്ല, അങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ശിക്ഷിച്ചോട്ടെ, അതിൽ എനിക്കെന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ തിന്മയെ തടുക്കാതിരുന്ന മൂന്നാമത്തെ കൂട്ടം ആളുകൾ. ഒന്നാമത്തെ കൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ച് അവിടെ ഉപായം കണ്ടെത്തി. രണ്ടാമത്തെ കൂട്ടം ആളുകൾ അത് ചെയ്യരുതേ എന്ന് അവരെ ഉപദേശിച്ചു, നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കൂട്ടം ആളുകൾ, ചെയ്യുന്നവർ ചെയ്യട്ടെ, ഞാൻ അതിലേക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന മൂന്നാമത്തെ കൂട്ടം ആളുകൾ. വിശുദ്ധ ഖുർആനിൽ വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ള ചരിത്രമാണ്. നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ബഖറയുടെ 65-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ. വലഖദ അലിംതും അല്ലദീന അഅ്തദൗ മിൻകും ഫിസ് സബ്തി, നിങ്ങളിൽ നിന്ന് സബ്ത് ദിനത്തിൽ, ശബ്ബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി വലഖദ അലിംതും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, അതിക്രമം പ്രവർത്തിച്ച ആളുകളോട് പടച്ച റബ്ബ് പറയുകയാണ്, ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങുകളായി മാറുക. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുക, ആ തിന്മ ചെയ്ത ആളുകൾ കുരങ്ങുകളായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 65-ാമത്തെ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 165-ാമത്തെ ആയത്ത്, അതിന്റെ 166-ാമത്തെ ആയത്ത്, 4-ാം അധ്യായത്തിലെ 47-ാമത്തെ ആയത്ത്, ഈ ആളുകളുടെ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുതെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായിട്ടും ആ കൽപ്പനയെ ധിക്കരിച്ച ആളുകളുടെ ചരിത്രം സവിസ്തരം വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ തിന്മ ചെയ്ത ആളുകളെ അള്ളാഹു നിന്ദ്യന്മാരായ, നിന്ദ്യരായ കുരങ്ങുകളാക്കി മാറ്റി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ
ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ബാക്കിയുള്ള 2 കൂട്ടം ആളുകളുണ്ട്. രണ്ടാമത്തെ കൂട്ടം ആളുകൾ നിങ്ങൾ ഇത് അരുതേ, തിന്മ ചെയ്യരുതേ, ഇത് ശരിയല്ല എന്നവരെ താക്കീത് ചെയ്ത ആളുകളാണ്. അവരെ വിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരേറ്റവും നല്ല ആളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. മൂന്നാമത്തെ കൂട്ടം ആളുകൾ അവരിഷ്ടമുള്ളത് പ്രവർത്തിച്ചോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തിന്മ ചെയ്യരുതേ എന്ന് നന്മ കൽപ്പിച്ച ആളുകളോട് നിങ്ങൾ എന്തിനവരെ ഉപദേശിക്കുന്നു, അവരെ വേണമെങ്കിൽ പടച്ച റബ്ബ് ശിക്ഷിച്ചോളും എന്ന് പറഞ്ഞ് മൗനം പാലിച്ച ആളുകൾ. ഈ മൗനം പാലിച്ച ആളുകളെ എന്തു ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ നേർക്കുനേർ സംസാരിക്കുന്നില്ല. പക്ഷെ മുഫസ്സിറുകൾക്കിടയിൽ അതിൽ ചർച്ചയുണ്ട്. 2 അഭിപ്രായമാണ് അതിലുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ അതൊരു തിന്മയാണ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു അവർ ചെയ്യുന്നത്. ആ മത്സ്യത്തെ പിടിക്കാൻ ഉപായം കണ്ടെത്തിയ ആളുകൾ അത് തിന്മയാണ് അവർ ചെയ്യുന്നത് എന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ തിന്മയോട് ഒരു വെറുപ്പ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ കാരണത്താൽ അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടില്ല. ഇത് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അവർക്ക് വേണമെങ്കിൽ ആ തിന്മ പ്രവർത്തിച്ചവരെ തടയാമായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് വാക്കുകൊണ്ട് അരുതേ എന്നെങ്കിലും പറയാമായിരുന്നു. അത് പറയാത്ത കാരണത്താൽ രണ്ടാമത്തെ കൂട്ടം ആളുകളെയും, അല്ലെങ്കിൽ ആ തിന്മ അതിൽ മൗനം പാലിച്ച ആളുകളെയും ശിക്ഷിച്ചു എന്ന് മുഫസ്സിറുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരു പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, തിന്മ പ്രവർത്തിച്ചവർക്ക് മാത്രമല്ല പാഠം. ആ തിന്മ അത് അവർ പ്രവർത്തിച്ചോട്ടെ, ഞാൻ അതിലില്ലല്ലോ എന്ന് പറഞ്ഞ് തിന്മകളെ നോർമലൈസ് ചെയ്ത ആളുകൾക്കും അവിടെ താക്കീതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ നാം ഓതി വെച്ചതിന്റെ തൊട്ടുശേഷമുള്ള ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഫജഅൽനാഹാ നകാറൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇളതൻ ലിൽമുത്തഖീൻ. ഫജഅൽനാഹാ, ആ ശിക്ഷയെ നാം ആക്കിയിരിക്കുന്നു. ഏത് ശിക്ഷയെ? കുരങ്ങുകളാക്കി മാറ്റി എന്ന ശിക്ഷയെ. നകാറൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ, ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും പിന്നീട് വരുന്ന ആളുകൾക്കും ഒരു മാതൃകാപരമായ ഒരു ശിക്ഷയാക്കി നാം മാറ്റിയിരിക്കുന്നു. എന്നിട്ട് ചേർത്ത് പറയുകയാണ്, വമൗഇളതൻ ലിൽമുത്തഖീൻ, മുത്തഖികളായ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അതൊരു മൗഇളത്താണ്, അതൊരു ഉപദേശമാണ്. നമ്മളോടാണോ പറഞ്ഞു ഉപദേശം? പ്രിയപ്പെട്ടവർ, എന്തു പാഠം പഠിക്കാനുണ്ട്? സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവനാകണം ഒരു വിശ്വാസി. മൗനം പാലിക്കുന്നവരാകരുത്. സമൂഹത്തിലെ ഏത് തിന്മ വരുമ്പോഴും അതിനെന്തൊക്കെ ന്യായങ്ങൾ ആരൊക്കെ പറഞ്ഞാലും ഇതാണ് ഒരു ഉത്ബുദ്ധരായ ഒരു ജനതയുടെ പ്രവർത്തനമെന്ന് ആരൊക്കെ ന്യായീകരിച്ചാലും ഒരു വിശ്വാസി അവിടേക്ക് ചെല്ലാൻ പാടില്ല എന്നാണ്. തിന്മകളെ തടുക്കാൻ, നന്മയെ കൽപ്പിക്കാൻ കഴിയുന്നവരായി വിശ്വാസികൾ മാറണമെന്ന വലിയ പാഠം പ്രിയപ്പെട്ടവരെ ഈ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്.